സ്തുതിഗീതങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചാൽ നമുക്കെതിരായി വരുന്ന ശത്രുക്കൾ പരാജയപ്പെടുമോ? പരാജയപ്പെടുമെന്നാണ് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 22-ാം വാക്യം നമ്മോട് പറയുന്നത്. അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ തുടങ്ങി. അപ്പോൾ യഹൂദരെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർക്കും മോബാബ്യർക്കും സെയീർ പർവ്വത നിവാസികൾക്കുമെതിരെ സർവേശ്വരൻ പതിയിരിപ്പുകാരെ വരുത്തി ഒതുക്കി അവരെ തുരത്തി, അവരെ പരാജയപ്പെടുത്തി എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഒരു രാജ്യത്തിനെതിരെ, യഹോശാഫാത്ത് എന്ന രാജാവിനെതിരെ 3 രാജാക്കന്മാർ, 3 രാജ്യങ്ങൾ ഇവനെ ഇവിടെ നിന്ന് ഓട്ടിക്കും, ഇവനെ ഇവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുമ്പോൾ യഹോശാഫാത്തും കൂട്ടരും ദൈവസന്നിധിയിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രു സൈന്യം അവിടെ പരാജയപ്പെട്ടു. പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ നമ്മൾ പതറിപ്പോകുകയല്ല ചെയ്യേണ്ടത്. അവിടെ നിന്ന് സർവശക്തനായ യഹോവയെ നാം ആരാധിച്ചു തുടങ്ങുമ്പോൾ, സർവശക്തനായ യേശുക്രിസ്തുവിനെ നാം ആരാധിച്ചു തുടങ്ങുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന ശത്രുക്കൾ അവിടെ പരാജയപ്പെടും. സർവശക്തൻ നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ.